വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കും? ടൗൺഷിപ്പ് പാക്കേജിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായത്. പ്രദേശവാസികളിലേക്ക് നമുക്ക് പോകാം. ചൂരൽമല ടൗണിൽ ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, പട്ടികയിൽ പെടാതെ പോയവരെ നമുക്ക് ചൂരൽമല ടൗണിൽ എത്തുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ടോ? ഇന്നിപ്പോൾ ടൗൺഷിപ്പിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ മന്ത്രിസഭാ യോഗം ചേരുന്നതിനെ, സർക്കാരിന്റെ തീരുമാനങ്ങളെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? സുജയ, ഇത് ഈ കരട് പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരം. അത് സംബന്ധിച്ച് ഏകദേശ ധാരണ ടി വി കാണുന്ന ആളുകളാണ്, അവരെ സംബന്ധിച്ച് അവരും അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് പുറത്തേ വന്നിരിക്കുന്ന വിവരങ്ങൾ കരട് പട്ടികയിൽ ഉള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ്. അത് അംഗീകരിക്കാവുന്ന സാഹചര്യത്തിലേക്കാണോ നിങ്ങളുടെ ഒരു മാനസിക നില? ഈ കരട് പട്ടിക പറഞ്ഞ് ഇന്നലെ വന്ന കരട് പട്ടികയുള്ളൂ. റവന്യൂ വകുപ്പ് തയ്യാറാക്കണം 357. അത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം സർവകക്ഷി യോഗം വിളിച്ചൊരു പട്ടിക ഉണ്ടായിരുന്നു. അതാണ് പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ടത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഇതിനുവേണ്ടി ഒരു ആശങ്ക ഉണ്ടാക്കരുത്. അവരെ കൊണ്ട് താലൂക്കിലോ അല്ലെങ്കിൽ വില്ലേജിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കളക്ടറേറ്റിലോ ഒരു അപേക്ഷ കൊടുക്കുന്ന നിലവിലുള്ള പട്ടിക പൂർണ്ണമായും മാറ്റണം എന്നുള്ളതാണ്. പരിപൂർണ്ണമായിട്ട് വേണം. അതല്ല ഡബിൾ എൻട്രികൾ വന്നിട്ട് നിലവിൽ ഇപ്പുറത്തുള്ള വീടുണ്ട്, ഈ ഇടയിലുള്ള ആൾക്കാരെ കയറിയിട്ടില്ല. അപ്പോൾ അതുപോലെ പുഴ സൈഡിലുള്ള ആൾക്കാർ കയറിയില്ല, തോട് സൈഡിലുള്ള ആൾക്കാരില്ല. ഈ പട്ടിക അംഗീകരിക്കുന്ന ഒരു പ്രശ്നമില്ല. നിലവിൽ ഞങ്ങൾ ഈ സർവകക്ഷി യോഗം ചേർന്നിട്ട് വലിയൊരു പട്ടിക തയ്യാറാക്കി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ട ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അത് പരിപൂർണ്ണമായി അംഗീകരിച്ചതിന് കുറേ വിഷയങ്ങൾ നമുക്ക് അത് മാറ്റാൻ കഴിയും. അതാണ് യഥാർത്ഥമായിട്ട് പറയാനുള്ളത്. ഇത് മെമ്പർ സുകുമാരേട്ടനാണ് സംസാരിച്ചത്. മെമ്പർ സ്വാഭാവികമായി ഈ നാടിന്റെ കാര്യം ആവശ്യം എന്താണെന്നുള്ളതാണ്. പേരെന്തായിരുന്നു? ജയഘോഷ്. ഇദ്ദേഹത്തിന്റെ കാര്യം കൂടി പറയണം സുജയ. കാരണം ഈ പട്ടിക തയ്യാറാക്കിയ ഘട്ടത്തിൽ ആദ്യം സർവകക്ഷി യോഗം തയ്യാറാക്കിയ പട്ടികയിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പുതിയ പട്ടികയിൽ അങ്ങ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതെ, എൻ്റെ പേര് ജയഘോഷ് എന്നാണ്. വില്ലേജ് ഓഫീസിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അച്ഛൻ രാജേന്ദ്രൻ, അച്ഛനെ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷത്തിന് മുകളിലായി. അച്ഛൻ മേടിച്ച സ്ഥലമാണ്. അച്ഛൻ അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അച്ഛന് കൃഷിയാണ് ജോലി. 80 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം മുഴുവനായിട്ട് പോവുകയും വീട്ടിൽ വെള്ളം കയറുകയും വീട് നശിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ലിസ്റ്റിൽ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്ത് പൂർണ്ണമായിട്ട് ഒഴിവായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അതിനകത്ത് പറയുന്നത് മാനന്തവാടി അവിടെ പോയിട്ട് മാനന്തവാടി ഏതോ ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് ഇനി രണ്ടാമത് അപേക്ഷ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതൊരു ഇപ്പോൾ 4 മാസമായിട്ടൊരു മടുത്ത അവസ്ഥയിലാണ്. എല്ലായിടത്തും അപേക്ഷ കൊടുത്ത് ഇത് ഞങ്ങളുടെ എല്ലാം പോയി നമുക്കൊരു ആത്മാഭിമാനം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വളരെ സങ്കടകരമാണ്. അപ്പോൾ ഈ പരിഹരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അല്ലേ ചേട്ടൻ്റെ അവസ്ഥ അത് തന്നെയാണ്? അല്ലല്ല, ഞാൻ വീട് പോയിട്ടില്ല. എൻ്റെ തറവാട് വീട് സ്കൂളിലോട്ടായിരുന്നു വരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പഞ്ചായത്ത് തയ്യാറാക്കിയ ഒരു കരട് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ വളരെ പരിപൂർണമായി രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്ന് പരിശോധിച്ചിട്ട് വിട്ടുപോയ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 37 പേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഫൈനൽ ലിസ്റ്റ് ഞങ്ങൾ പഞ്ചായത്തിന് കൊടുത്താണ്. അതാണ് കറക്റ്റ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ നാട്ടുകാർക്ക് അറിയാവുന്ന കൃത്യമായ കണക്കാണ്. അതെ, കണക്കാണ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൊടുത്താണ്. പക്ഷേ ഇപ്പോൾ വന്ന ലിസ്റ്റിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. കുറേ ആളുകൾ സ്ഥലത്തില്ലാത്ത ആളുകൾ, ഒരു 10 വർഷം മുമ്പ് നാട് വിട്ടു പോയി താമസം മാറിയ ആളുകൾ വരെ ലിസ്റ്റിൽ വന്നു. എങ്ങനെ ആ ലിസ്റ്റ് കുടിയെന്ന് അറിയില്ല. ഇപ്പോൾ ആളുകൾ ആശങ്കയില്ല. ഈ സ്കൂൾ റോട്ടിലായാലും ശരി, മുണ്ടക്കൈ പ്രദേശമായാലും ശരി, വില്ലേജ് റോട്ടിലായാലും ശരി, അവിടെ താമസിക്കാൻ പറ്റാത്ത മേഖലയുണ്ട്. ഉരുൾപൊട്ടി പോയാൽ പോലും ഒരു 5 മീറ്റർ 10 മീറ്റർ അകലെ വീട് പോയിട്ടില്ല. പക്ഷെ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ആ ആളുകളെ വരെ ഒഴിവാക്കിയ ആശങ്ക തീരില്ലല്ലോ. അടിയന്തരമായി ഇപ്പോൾ വന്ന ലിസ്റ്റ് മാറ്റിക്കൊണ്ട് പരിപൂർണമായും എഫക്റ്റഡായ ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. സുജയ, ഇത് വളരെ കൃത്യമാണ്. കാരണം ഇവർ എത്ര നാളായി ഇത് അനുഭവിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കൺമുന്നിൽ കാണുന്നതാണ്. അതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്ന് അതിൽ ചില പരിഹാരങ്ങൾ ഉണ്ടാകും എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകുമ്പോഴും അവരുടെ മനസ്സിനകത്തെ ആശങ്ക ഒഴിയുന്നില്ല. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? കോഴിക്കോട്. ഇത് കണ്ടോ? ഇല്ല, കണ്ടില്ല. കാണാൻ വന്നു. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഞാൻ ഇവരുടെയൊക്കെ കൂടെ ഒന്ന് പോവാണ് സുജയ. ഇവരുടെ ഒന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. പക്ഷേ നമുക്ക് ഒരു കാഴ്ച എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോഴുള്ള. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ? ഇല്ല, ഞങ്ങൾ സ്ഥലം സന്ദർശിക്കാൻ വന്നിട്ടേ ഉള്ളൂ. ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ മനുഷ്യരുടെ വീടിൻ്റെയൊക്കെ കാര്യത്തിൽ പെട്ടെന്ന് പരിഹാരമാണെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അത്രയും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ. ഇങ്ങനെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ഈ നാടിന് ഗുണകരമായ സാഹചര്യം രൂപപ്പെടില്ല. അത് പൂർണ്ണമായും അത്തരത്തിൽ സാഹചര്യങ്ങൾ രൂപപ്പെടണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഈ നാട് പൂർണ്ണമായും വീണ്ടെടുക്കുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊജക്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ ഡിസൈനൊക്കെ അംഗീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നുള്ളതാണ്. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡിസൈൻ പുനരധിവാസത്തിന് വേണ്ടി വീടുകൾ വയ്ക്കുന്നത് ബന്ധപ്പെട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡിസൈനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തിക്കൂടെ? 5 മാസമായില്ലേ നമ്മൾ ഇതിൻ്റെ പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ ഗവൺമെൻറ് നോംസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 6 മാസം വാടകയും അതുമായി ബന്ധപ്പെട്ട ഫണ്ട് കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നു. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പുനരധിവാസം നടക്കില്ല. ഇതുവരെ ഭൂമി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഓക്കെ, ഗവൺമെൻറ് ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി ഞങ്ങൾ പരിപൂർണ്ണം എല്ലാം ഈ പ്രദേശത്തിൽ എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണ്. അപ്പം ഞങ്ങൾ ഇപ്പോഴും നടുക്കടലിലാണ് നിൽക്കുന്നത്. ഈ നമ്മൾ കിഫ്യായിട്ട് കൊടുത്താലും ശരി. തീർച്ചയായും ദീപക്ക, നമ്മൾ അവിടെ നിന്ന് ആ വാടക വീടുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ആ മനുഷ്യർ ഇപ്പോഴും ആ ദുരിതക്കയത്തിലാണ്. ഈ ഭൂമി വിണ്ടുകീറി കിടക്കുന്നത് ആകാശ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ആ മനുഷ്യരുടെ ജീവിതവും വിണ്ടുകീറി കിടക്കുകയാണ്. അതൊന്ന് ചേർത്ത് വെക്കാനുള്ള കനിവ് എപ്പോഴാണ് തങ്ങളിലേക്ക് എത്തുക എന്നതാണ് അവർ നോക്കുന്നത്.